പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എമി റോയ്. പാട്ടിന്റെ വഴികളിലൂടെ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അബോറിജിനൽസിന്റെ ഇടയിൽ ഒരു സേയിങ് ഉണ്ട്: ടു ഗെറ്റ് ടു നോ സംവൺ യു ഹാവ് ടു വാക്ക് എ വൈൽ ബിസൈഡ് ദം. നാം പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണിത്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും നമ്മൾ അറിയാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള സിഡ്നിയിലെ നമ്മുടെ പാട്ടുകാരെ അവരുടെ പാട്ടിന്റെ വഴിയിലൂടെ കുറച്ചു നേരം കൂടെ നടന്ന് അവരെ പരിചയപ്പെടുന്ന ഒരു പരിപാടിയാണ് പാട്ടിന്റെ വഴികളിലൂടെ. കൂടെ നടക്കാൻ നിങ്ങളും വരണം. ഇന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് മെറീന സുമേഷിനെയാണ്. 13 വർഷം നീണ്ട സിഡ്നിയിലെ ആക്റ്റീവ് സിംഗിംഗ് കരിയർ, എത്രയെത്ര വേദികൾ, എത്രയേറെ പാട്ടുകൾ. മെറീന എന്നും നമ്മെ സംഗീതത്താൽ വിസ്മയിപ്പിച്ചിട്ടേയുള്ളൂ. മെറീനയോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. മെറീന, നമസ്കാരം. നമസ്കാരം എമി. മെറീനയുടെ പാട്ടിന്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളും വരട്ടെ? ഡെഫിനറ്റ്ലി. പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ തുടക്കം എവിടെ നിന്നൊന്ന് പറയാമോ? വളരെ ചെറുപ്പം തൊട്ടേ പാടാനുള്ള കഴിവ് കണ്ടതുകൊണ്ട് അച്ഛനും അമ്മയും പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. ഒരു 3ാം ക്ലാസ്സിലായപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് യുവജനോത്സവങ്ങളിലും ഗാനമേളകളിലൊക്കെ പാടാറുണ്ടായിരുന്നു. അങ്ങനെ പാടി 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 ഡിഗ്രി ആയപ്പോ BA മ്യൂസിക് എടുത്തു. ഓക്കെ. അത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു, സിഡ്നിയിലേക്ക് എത്തി. ഓക്കെ. മ്യൂസിക് BA എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, കെയിം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് തന്നെ പറയണ്ടേ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? പറയണം. BAക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ. മ്യൂസിക്കിനെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് പറയാനില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. വെരി നൈസ്. അതിലൂടെയാണ് കല്യാണം വന്നത്. ഓക്കെ. പേപ്പറിൽ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ അന്വേഷിച്ചു വരികയായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, സിഡ്നിയിലെത്തി. ബ്യൂട്ടിഫുൾ. എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടുന്നാണ് സിഡ്നിയിലെ ആക്റ്റീവ് സിംഗിങ് കരിയറിന്റെ തുടക്കം? പാട്ടുകാരി കുട്ടീനെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു സുമേഷ് എന്ന് മനസ്സിലാക്കിയിട്ട് ടൂൾ മേക്കേഴ്സ് അസോസിയേഷൻ അവരും പിന്നെ ചാരിറ്റി ഓർഗനൈസേഷനായ ഓസിൻഗേറും പാടാൻ വിളിക്കാറുണ്ടായിരുന്നു ആദ്യം തൊട്ടേ. ഞാൻ 2000 ജൂണിലാണ് ഇവിടെ എത്തിയത്. അപ്പൊ മുഹമ്മദ് അസ്ലമിന്റെ ഷോയില് 2 പാട്ട് പാടി. അതായിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള പെർഫോമൻസ് ഇൻ സിഡ്നി. ഓക്കെ. അങ്ങനെ തുടങ്ങി. പിന്നെയാണ് ഒരു സിംഗിങ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. റിയാലിറ്റി ഷോ എന്ന് വിളിക്കാവോ? വേണമെങ്കിൽ വിളിക്കാം. അതുമാതിരി ജഡ്ജസ് ഇരുന്നിട്ട് കമന്റ്സ് പറയണ ആ ഫോമാറ്റ് അല്ലായിരുന്നു. ജഡ്ജസ് ഉണ്ടായിരുന്നു, പാട്ടുപാടി. അങ്ങനെ അതില് ഫസ്റ്റ് വന്നു. അവിടെ ആ ഫസ്റ്റ് വന്ന ടൈമിൽ ഇവിടുത്തെ ഒരു ഫേമസ് ഓർക്കസ്ട്ര ആയിരുന്ന സരസ്വാണി ഓർക്കസ്ട്രയില് ഉള്ള മാനേജർ എന്നെ കാണാൻ വന്നവരെ ഞങ്ങൾക്ക് വേണ്ടി പാടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ബാൻഡിന്റെ ഭാഗമായി. അത് ശരി. അപ്പൊ സാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് ബ്രെത്ത് അല്ലെ, ഒരു മ്യൂസിക്കൽ ബാൻഡിൽ ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേര്. ഇനി പറയാമോ, സാസിലൂടെ മെറീനയും മെറീനയിലൂടെ സാസും എങ്ങനെയാ വളർന്നതെന്ന്? സരസ്വാണി ഓർക്കസ്ട്ര എന്നുള്ള ആ ഓർക്കസ്ട്ര ഇതിന് അവര് മാനേജ്മെന്റ് മാറിയപ്പോ സാസ് എന്ന പുതിയ ബാൻഡായി രൂപീകരിച്ചു. അത് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി എവറി വീക്കെൻഡ് വി ഹാഡ് എ ഷോ. ബാക്ക് യാർഡ് പാർട്ടീസ് ഉണ്ടായിരുന്നു, ചാരിറ്റി ഷോസ് ധാരാളം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1-2 വർഷത്തോളം അങ്ങനെ തന്നെ പോയി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഉണ്ടായ പ്രയോജനം ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സാസിനാണെങ്കിലും ഒരുപാട് ഈ പെർഫോം ചെയ്തതിന്റെ ഇതില് പേര് എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ട് പറ്റിയത്, ഒരുപാട് ചാരിറ്റി ഷോസ് ചെയ്യുന്നതിലൂടെ എന്റെ വോയിസിലൂടെ എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പും കൂടെ ചെയ്യാൻ പറ്റി. ഓക്കെ. അതൊരു ഗോഡ് തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസിനെ കാണുന്നു. ഓക്കെ, ഗ്രേറ്റ്. എങ്ങനെയുള്ള ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ മെറീനയുടെ ഷോസിന് വരാറ്? ഞാൻ കൂടുതലും ഫിജി ഇന്ത്യൻസിന്റെ ക്രൗഡിലാണ്. ബിക്കോസ് സാസ് ഓർക്കസ്ട്ര ഇസ് ഫിജി ഇന്ത്യൻ ബാൻഡ്. ഓക്കെ. അങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ തമിഴ് ഓഡിയൻസിന്റെ ഇടയിൽ പാടാറുണ്ട്, മലയാളത്തിൽ പാടാറുണ്ട്, എല്ലാ തരം. പക്ഷെ മെയിൻ ആയിട്ട് ഹിന്ദിയും തമിഴും ആണ് അല്ലേ? അപ്പൊ മലയാളത്തോടൊരു ഇഷ്ടം ബാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? പിന്നെ നമ്മുടെ മാതൃഭാഷയല്ലേ.
ഓക്കെ. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ചെണ്ടവിദ്വാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കേൾവിക്കാരനിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ എന്ത് കലാകാരനാണെന്ന്. ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മെറീനയുടെ ടേക്ക് എന്താ? അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. അത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു ആർട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിന് ആ ഓഡിയൻസ് അല്ലെങ്കിൽ കാഴ്ചക്കാരന് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വി ആർ എ ഫെയിലിയർ. ഓക്കെ. അപ്പൊ ആ പാട്ടാണെങ്കിലും അത് വെറുതെ പോയി നിന്ന് അങ്ങനെ പാടിയിട്ട് വരാം. ഒരു നോൺ വെർബലി നമ്മൾ ചിരിച്ചിട്ടായാലും ആൾക്കാരെ കണ്ണുകളിലൂടെ നമുക്ക് അവരുടെ അടുത്ത് കോണ്ടാക്ട് പറ്റും. വർത്താനത്തിലൂടെ തന്നെ വേണമെന്നില്ല, ഹേ റെഡി അങ്ങനെയും ചോദിക്കാതെ തന്നെ നമ്മുടെ ആ ഒരു സ്മൈലിംഗ് ഫേസോടുകൂടെ പാടാം. അങ്ങനെ ആവുമ്പോ അവർ എൻജോയ് ചെയ്യുന്ന എന്റെ ഒരു വിശ്വാസം. കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ കേൾവിക്കാരിലേക്ക് എത്തിക്കുക മാത്രമല്ല, മെറീന ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെറീനയുടെ സ്വന്തം സ്വരം ഉപയോഗിച്ച് മെറീന ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ടല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ അത്? ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫണ്ട് റൈസിന് വേണ്ടി ഞങ്ങൾ നടത്താറുണ്ട് ഷോസ്. അതിലൂടെ ഫൈനാൻഷ്യലി അല്ലെങ്കിലും അതിലൂടെ റേസ് ആവുന്ന ഫണ്ട് വെച്ചിട്ട് അവർക്ക് ഉപയോഗമാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ ഓർഗനൈസേഷൻസ്, ഓസിൻ കെയർ എന്നുള്ള വലിയൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. അവർക്ക് വേണ്ടി ഞാൻ 2-3 പ്രാവശ്യം, 4 പ്രാവശ്യത്തോളം പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി നൈസ്. അപ്പൊ ദൈവം തന്നിട്ടുള്ള സ്വരം എന്നുള്ള ഗിഫ്റ്റ് കൂടെ മെറീന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ദൈവം തന്ന ദൈവത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്വരം എന്ന് വേണം പറയാൻ, മാറ്റി വേണം പറയാൻ. കാരണം മുഹമ്മദ് അസ്ലമുമായിട്ട് ഇന്ററാക്ഷനിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, ഗിഫ്റ്റ് ആണെങ്കിൽ വൺസ് ആ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടേതായി. പിന്നെ ഈ കൊടുത്ത ആൾക്കാരിൽ അധികാരമൊന്നുമില്ല. പക്ഷെ വോയിസ് എന്നുള്ളത് ഏത് സമയത്തും തിരിച്ചെടുക്കപ്പെടും. അപ്പൊ എനിക്ക് അതൊക്കെ ഉണ്ട് നല്ലതായിട്ട് എന്ന് വെച്ചിട്ട് അഹങ്കരിക്കാൻ പറ്റില്ല. എല്ലാ സമയത്തും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഒരു പാട്ടുകാരനോ അല്ലെ ഒരു പാട്ടുകാരിക്ക് പോകാൻ പറ്റൂ. സംഗീതം എന്നത് ദൈവം മനുഷ്യഹൃദയത്തെ തൊടുന്ന ഒരു മീഡിയമാണ് അല്ലെ? ഇതുപോലെ മെറീനെ ഏറ്റവും ടച്ച് ചെയ്ത ഒരു പാട്ട് ഞങ്ങൾക്കായിട്ടൊന്ന് പാടിത്തരാമോ? ഓക്കെ. ജോൺസൺ മാഷിന്റെ പാട്ടാണ്. ജോൺസൺ മാഷ് സംഗീതം നൽകിയ ONV കുറുപ്പ് രചിച്ച ആടിവാ കാറ്റേ, ജാനകി അമ്മയുടെ പാട്ട് പാടാം. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ രരരരരട്ടട്ട, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുള്ളിവാ, ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ, ആരോ പാടും താരാട്ടിനീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ വരൂ രരരരരട്ടട്ട, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. മെറീനയുടെ പാട്ടിനെ ജഡ്ജ് ചെയ്യാൻ ഞാനും ആരുമല്ല, എങ്കിലും ഞാൻ പറയാണ്, നോ വണ്ടർ യു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സിംഗേഴ്സ് ഓഫ് സിഡ്നി. അതുകൊണ്ട് തന്നെ ഇതേ കാര്യം കൊണ്ട് തന്നെ കുറെ ഗ്രേറ്റ് സിംഗേഴ്സിന്റെ കൂടെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആ ലിസ്റ്റ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? പറയാം. മുഹമ്മദ് അസ്ലം ഭായിന്റെ കൂടെയാണ് ആദ്യം ചെയ്തത്. മുഹമ്മദ് അസ്ലം, ഉണ്ണിമേനോൻ, വിജയ് യേശുദാസ്, MG ശ്രീകുമാർ, വിധു പ്രതാപ്, KS ചിത്ര, വിനീത് ശ്രീനിവാസൻ, ഇതൊക്കെയാണ് ഗ്രേറ്റ്. ഇവരുടെ കൂടെ മെറീന ഇന്ററാക്ടും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണെ, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാമോ?
ഒന്ന് ഭായിയുടെ കൂടെ സംസാരിച്ചപ്പോ സംഗീതം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ ഒരു വലിയ സത്യം. പിന്നെ കുട്ടികളുടെ പേരിനെ പറ്റി ചിത്ര ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഏട്ടനും ഉള്ള ആരാധനയുടെ അങ്ങേ അറ്റാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ചൈത്ര എന്നും ശ്രേയ എന്നും പേരിട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ചൈത്ര ഒരു എക്സ്ട്രാ ചേർത്തു, ചിത്ര എന്ന് തന്നെ ആവാതെ ഒരു ഐഡന്റിറ്റി വേണമല്ലോ, അങ്ങനെ ഇട്ടു. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു എന്തുകൊണ്ട് ആശ എന്നും ലത എന്നും ഇട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവര് വലിയ സിംഗേഴ്സ് ആണ്, ഗ്രേറ്റ് ലെജൻഡ്സ് ആണ്, പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റിസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ലെജൻഡ്സ് ആണ് ഇവർ രണ്ടുപേരും. ഇരിക്കട്ടെ ആ പേര് തന്നെ കുട്ടികൾക്കും. പിന്നെ ആൺകുട്ടിയാണെങ്കിലും ദാസേട്ടന്റെ പേരുമായിട്ട് മാച്ച് ആവുന്നത് കണ്ടുവച്ചിരുന്നു. ഓക്കെ, ഇവർ 2 പെൺകുട്ടികളെ തന്നു, അവർക്ക് ആ പേരുകൾ ഇട്ടു. ഓക്കെ, അവർക്ക് ഇഷ്ടമാണോ ചിത്രയും ശ്രേയയും? ഓ, ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് തന്നെ ചോദിക്കട്ടെ, മെറീനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൊക്കെയാ? ദാസേട്ടൻ, ചിത്ര ചേച്ചി, പിന്നെ അവരാണ് 2 പേര് മൂർത്തികൾ എന്ന് പറയുന്നത്. പിന്നെ ശ്രേയ ഘോഷാൽ. ഓക്കെ, ഇവരിൽ ആരെങ്കിലും ആണോ മെറീനയുടെ ഇൻസ്പിറേഷൻ? പാട്ടുകൾ കേൾക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മള് വെറുതെ പാട്ട് കേട്ടതുകൊണ്ടും പാട്ട് പാടാനുള്ള കഴിവുണ്ടായതുകൊണ്ടും ഒരു സപ്പോർട്ട് പിറകുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പാടാനേ വെക്കൂ. ഓക്കെ, അപ്പോ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഭർത്താവാണ്. ഞാൻ വളരെ സ്നേഹപൂർവ്വം ഏട്ടോ എന്ന് വിളിക്കും. അദ്ദേഹമാണ് സുമേഷ്. പ്രോഗ്രാംസിന് വരുമ്പോ ഏത് പ്രോഗ്രാം ഏത് ദൂരത്തായിക്കോട്ടെ വരും. കല്യാണത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ കോൺഫിഡന്റ് ആയി പാടാനും തുടങ്ങിയത്. അദ്ദേഹം തന്ന വലിയ അതൊരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ചില പാട്ടുകളൊക്കെ തൊടാനും കൂടെ പേടിയായിരുന്ന പാട്ടുകൾ, ഇതൊക്കെ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് പറഞ്ഞ് എന്നെ അത്രയും കോൺഫിഡൻസ് ലെവൽ കൂട്ടിയത് അദ്ദേഹം മാത്രമാണ്. എല്ലാവിധ ഹെൽപ്പും കുട്ടികളെ നോക്കുന്നതിനാലും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാവുമ്പോ മോള് 3 മാസമൊക്കെ ഉള്ളപ്പോ പെർഫോം ചെയ്യാൻ തുടങ്ങിയതാ. അപ്പൊ അതിനൊക്കെ ഹെൽപ്പായിട്ടും എല്ലാ ഇതോടും കൂടെ എന്റെ കൂടെ ഉണ്ടായത് ഭർത്താവാണ്. അപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻസ്പിറേഷൻ ഭർത്താവാണ്, അതിന് മുന്നേ അച്ഛനും അമ്മയും. ഓക്കെ, അപ്പൊ ഐഡിയൽ കപ്പിളാണല്ലേ എന്ന് പറയാം. മെറീന പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അടുത്ത് നിന്ന് സുമേഷിന് ഒരു ബിഗ് താങ്ക് യു. മെറീനയുടെ ടാലന്റിനെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നതിന് താങ്ക് യു സോ മച്ച് സുമേഷ്. ഇനിയിപ്പം ഒത്തിരി പാട്ടുകൾ പാടുന്ന ആളാണ് മെറീന. എങ്ങനെയൊക്കെയാണ് മെറീന ഒരു പാട്ടിനെ പെർഫെക്റ്റ് ചെയ്യുന്നത്? പാട്ട് ഒരുപാട് കേൾക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹിന്ദിയിലൊക്കെ നമ്മൾ എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ടാവണമെന്നില്ല. അവരിപ്പോ ഒരു ലിസ്റ്റ്, ഇന്ന് പ്രോഗ്രാമിന് ഒരു ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത പാട്ടുകളായിരിക്കും. ഞാനത് CD-യിൽ ബേൺ ചെയ്തിട്ട് കാറിലിടും. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ആയാലും ആ പാട്ട് എങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് കുറെയൊക്കെ മനസ്സിൽ പതിയും. പിന്നെ പാട്ട് പഠിക്കാനായിട്ട് ഇരിക്കും, ലിറിക്സ് ഒക്കെ എഴുതി പഠിച്ച് റെക്കോർഡ് ചെയ്ത് നോക്കും പാടിയത്. അത് ചിത്ര ചേച്ചിയുടെ അഡ്വൈസ് ആണ്. അത് വളരെ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂല് ചേച്ചി പറയണ കേട്ടിട്ടുള്ളതാ, നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ അതായിരിക്കും ഒന്നുകൂടെ ഫലപ്രദമാവും. ഇപ്പൊ വേറൊരാൾ അയ്യോ അത് അവിടെ ശരിയായില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ, അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫലപ്രദമാണത്. കേട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെയാണ് തെറ്റ് നോക്കി പിന്നെ അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് തന്നെയാണ് മെയിൻ. കേൾക്കുകയും സ്വന്തമായി ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് പെർഫെക്റ്റ് ആക്കുന്നത്. ഓക്കെ, അസ്പയറിംഗ് സിംഗേഴ്സിനെല്ലാം ഒരു നല്ല അഡ്വൈസും കൂടിയാണ് അതല്ലേ. ഇങ്ങനെ കേട്ടും പാടിയും മനസ്സിൽ പതിഞ്ഞിട്ട് ഏറ്റവും സ്നേഹം തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഞങ്ങൾക്കായിട്ട് പാടാവോ? ഓക്കെ, ലിറിക്സ് കാണാപ്പാടുള്ള ഒരേ ഒരു പാട്ടാണ് സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞ പാട്ട്. അന്ന് ഞാൻ പറഞ്ഞ മ്യൂസിക് കോമ്പറ്റീഷനിലും ആദ്യമായിട്ട് പാടിയത്, ഫസ്റ്റ് കിട്ടിയതും ആ പാട്ട് പാടിയിട്ട്. ഓക്കെ, അതന്നെ പാടാം. ശരി. ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, जागो उठकर देखो, जीवन ज्योत जागर है, सत्यम शिवम सुंदरम, सत्यम
सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् सुन्दरम् आ आ सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् 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 सत्यं शिवं सुन्दरम् रामावध में काशी में शिव कान्हा वृंदावन में दया करो प्रभु देखो इनको दया करो प्रभु देखो इनको हर घर के आंगन में राधा मोहन शरणं सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഒത്തിരിയേറെ പേർക്ക് ഓർക്കാനായിട്ട് പാട്ടിലൂടെ ഒത്തിരി മധുരം പകർന്നു നൽകിയ ഒരാളാണ് മെറീന. മെറീനയ്ക്ക് ഏറ്റവും മധുരം തരുന്ന ഒരു മ്യൂസിക്കൽ റിലേറ്റഡ് മെമ്മറി എന്താണ്? ലാസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം ഇവിടെ ബ്ലാക്ക് ടൗൺ ബോമൻ ഹാൾ ഉണ്ടായിരുന്നു സാസിന്റെ. യൂഷ്വൽ റീസെന്റ് വാലന്റൈൻസ് ഡേ ഫെബ്രുവരിയില് യൂഷ്വൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ നമ്മുടെ ബാൻഡിന്റെ, പാട്ട് പഠിക്കുക, ഹോൾ സോങ് പാടുക എന്നുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന മാതിരി ഞങ്ങളും ഒരു അൺപ്ലഗ്ഡ് സെഷൻ ചെയ്തു. റഹ്മാൻ ഷോയിലൊക്കെ സ്ഥിരം ഉണ്ടാവുന്ന ഇരുന്ന് നമ്മുടെ ആ ഒരു ഫ്രീഡത്തിൽ അങ്ങനെ പാടിയിട്ട് ആസ്വദിച്ച് പാടിയിട്ട് വിത്തൗട്ട് മ്യൂസിക്കിന്റെ ഒരു റിതമിന്റെ ഒന്നും ഇതില്ലാതെ. ദാറ്റ് വാസ് അമേസിങ്. ഒരുപാട് ആസ്വദിച്ച് ഞങ്ങൾക്ക് പാടാനും പറ്റി. അത് ഓഡിയൻസ് അത് ഏറ്റെടുത്തത് വാസ് സോ ഗ്രേറ്റ്. അവരത് നന്നായിട്ട് ആസ്വദിച്ചു. നല്ല ഇൻസ്പിറേഷൻ അവരുടെ അടുത്തുനിന്ന് കിട്ടി. ഇനി അടുത്ത പാട്ട് ഇന്നൂടെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് എപ്പോഴും ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ അത് ഒരു വലിയ സ്വീറ്റസ്റ്റ് മെമ്മറിയാണ്. അവരുടെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞ് ബാൻഡിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇനിയുള്ള പാട്ടുകൾ പാടാതെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലെന്താ ഇത്രയും നല്ല ഈ സമയത്ത്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മെറീനത് പറയുമ്പോ തന്നെ മനസ്സിലാവും ഇപ്പൊ സച്ച് എ ഡിവൈൻ എക്സ്പീരിയൻസ്. നൈസ്. അപ്പൊ മെറീനയുടെ ഇനി അടുത്ത പ്രോഗ്രാം എന്നാ? ഒരു തമിഴ് ഷോ ആണ്, അടുത്ത ആഴ്ചയാണ്. ശരി. അതിന് മെയിൽ സിംഗർ ന്യൂസിലാൻഡിൽ നിന്ന് വരികയാണ്, മിസ്റ്റർ രവി. ലാസ്റ്റ് ഇയറും അദ്ദേഹത്തിനൂടെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ. അദ്ദേഹം പണ്ടേ വന്ന് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഈസ് എ ഗ്രേറ്റ് സിംഗർ. അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യണം. ഓക്കെ. അപ്പൊ അത് കേൾക്കാനായിട്ട് ഞങ്ങള് എന്താ ചെയ്യണ്ടേ? അത് കേൾക്കാൻ കോണ്ടാക്ട് ചെയ്യാം വേണ്ടിട്ട്. അപ്പോ അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ മലയാളിയായ മെറീന നമുക്ക് വേണ്ടി ഇനിയും ധാരാളം മലയാളം പാട്ടുകൾ പാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇത്രയും നേരം മെറീനയുടെ വിശേഷങ്ങൾ കേട്ടു. പാട്ടിന്റെ വഴികളിലൂടെ എന്ന ഈ പ്രോഗ്രാമിന് ഒരു ചെറിയ സെഗ്മെന്റ് കൂടെയുണ്ട്, എ ടാലന്റ് ഷോക്കേസ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകാരുടെ വെർസറ്റിലിറ്റി അറിയാനുള്ള ഒരു സെഗ്മെന്റ് ആണിത്. ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ സെഗ്മെന്റ്. മെറീന, റെഡി ടു ടേക്ക് അവേ? I think I am. Good. Yes, I am. Very good. മെറീനയ്ക്ക് കൊച്ചുകുട്ടികളെ നല്ല ഇഷ്ടമാണല്ലോ അല്ലേ? അതെ. കൊച്ചുകുട്ടികളുടെ സൗണ്ടിൽ ഒരു പാട്ട് പാടാവോ? ഓക്കെ. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിഴകളിലായത്തിൽ തൊട്ടേ വരാം. പെട്ടെന്ന് മെറീന എഴുന്നേറ്റ് പോയി ശ്രേയ ഇവിടെ വന്നിരുന്നോന്ന് എനിക്ക് സംശയമായി. ശ്രേയ എന്റെ മോളല്ലേ? അതെ. ഒരു മനോഹരമായ മെലഡി.
പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഒരു ഫാസ്റ്റ് നമ്പർ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീർ സ്വന്തമാക്കും. ഓക്കെ, ഇനി ഇപ്പൊ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. ഇഷ്ടമായടോ എനിക്കിഷ്ടമായടോ ഈ പാട്ടിന്റെ വഴികളിലൂടെ എന്ന പ്രോഗ്രാം. അത്രേ ഉള്ളൂ, ബാക്കി താങ്ക് യു എനിവേസ്. ഫേവറേറ്റ് സിംഗർ ആയിട്ടുള്ള ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട്. നിസ 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 ധനി 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 പദ 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 ഗമ പദ നിരിസ പനി നിസ പനി നിസ പനി നിസ പനി നിസ ഗമ പദ നിധ പദ നിധ പദ നിസ ഗമ പദ നിധ പദ പമ ഗമ ഗരി സനി സരി ഗമ ഗദ ഗമ ഗദ നിധ നിസ. തെറ്റിപ്പോയി. നിസ 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 ധനി 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 ഗമ പദ നിധ പമ ഗമ പദ നിധ പമ ഗമ പമ ഗമ ഗരി സരി സനി ധനി സ ധനി നി സ സ ഗ ഗമ ഗ സ സ ഗ ഗ മ മ ധ ധനി ധ ധനി സ ഗ ധനി ധനി സനി ധനി ധ പമ ഗമ ധനി സ ധനി ധ മ ഗമ ഗരി സനി സ ഗ മ ധനി സനി ധ പമ ഗമ ഗരി സനി സ ഗ മ ധനി സനി ധ പമ ഗമ ഗരി സ ധ ധനി നി സ സ ഗ ഗ നി നി സ സ ഗ ഗ മ മ സ സ ഗ ഗ മ മ ധ ധ ഗ ഗ മ മ ധ ധനി മ മ ധ ധനി നി സ സ ധ ധനി നി സ സ ഗ. मेरे ढोलना सुन मेरे प्यार की धुन मेरे ढोलना सुन. Awesome. There's no other word for it. ഏറ്റവും പുതിയ സിനിമയിലെ ഏറ്റവും പഴയതെന്ന് തോന്നിക്കുന്ന ഒരു പാട്ട്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ ആകെ തേൻ നിറഞ്ഞോ കാറ്റേ കാറ്റേ. യൂട്യൂബിലൂടെ നമ്മൾ ഇപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേറി പതിഞ്ഞിരിക്കുന്ന ഒരു പാട്ടാണ് അതല്ലേ? അതെ, വളരെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. യെസ്. അപ്പോൾ എക്സലന്റ് ജോബ് മെറീന. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ സോങ്സ്. താങ്ക് യു സോ മച്ച് എമി. ഇത് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി, ഒരു പുതിയ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഐ എൻജോയ്ഡ് ഇറ്റ് റിയലി വെൽ. താങ്ക് യു. നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഓരോ പാട്ടിലും എഴുതിയിട്ടുണ്ട് അത് പാടുന്നയാളുടെ പേരെന്ന്. അതുപോലെ ഇനി ഒത്തിരിയേറെ പാട്ടുകളിൽ മെറീനയുടെ പേര് എഴുതപ്പെടട്ടെ എന്നും അത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടിന്റെ വഴികളിലൂടെയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇമെയിൽ smr2000au@gmail.com. അടുത്ത മാസം ആദ്യ തിങ്കളാഴ്ച 7 മണിക്ക് കാണുന്നത് വരെ ഹിസ് എമി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.